വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 6 മുതൽ 9 വരെ വചനങ്ങൾ യേശു പഠിപ്പിക്കുകയാണ്. ഈശോ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരകൾ കെട്ടി കടലിൻ്റെ ആഴത്തിൽ തള്ളുപടിയായിരിക്കും. ചെറിയവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന കുട്ടികളെപ്പോലത്തെ വിശ്വാസമുള്ളവർ. അവർക്ക് ദൈവത്തിൽ അന്ധമായ വിശ്വാസമുള്ളവരും എളിമയൊക്കെ ഉള്ളവരായിരിക്കും. എന്നാൽ അതേ സമയത്ത് കുട്ടികളെപ്പോലെ തന്നെ അവരെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാനും എളുപ്പമായിരിക്കും. അവർ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ടും അടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ വിശ്വാസത്തിൽ ദുർബലരൊക്കെ ആവാം. അവരെ തെറ്റായ പ്രേരണകൾ, അറിവുകൾ, പ്രലോഭനം നൽകി പാപത്തിലേക്ക് തള്ളിവിടുകയോ വിശ്വാസത്തിൽ നിന്ന് അകറ്റുകയൊക്കെ ചെയ്യുന്നവർക്ക് ദൈവമുമ്പിൽ കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഈശോവചനങ്ങൾ പഠിപ്പിക്കുന്നു. അതിനാൽ നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത, പ്രേരണകൾ കൊണ്ട് ആരെയും തിന്മയുടെ മാർഗത്തിലേക്ക് വീഴ്ത്താതിരിക്കാൻ നാം പരിശ്രമിക്കണമെന്ന് വചനം ഉറപ്പിക്കുന്നു. എന്നിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്, പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭനത്തിന് ഹേതുവാകുന്നതിന്, അതായത് പ്രലോഭനത്തിന് കാരണമായി തീരുന്നതിന് ദുരിതം. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തെ തിന്മയുടെ മാർഗത്തിലേക്ക് വീണു പോകുന്നതിനുള്ള പ്രലോഭനം ഉണ്ടാക്കി തീർക്കുന്നതായി തീരരുത് എന്ന് ഈശോവചനങ്ങൾ പഠിപ്പിക്കുന്നു. വചനം 8-9 ഈശോ പഠിപ്പിക്കുകയാണ്, നമ്മുടെ കൈയോ കാലോ കണ്ണോ ഒക്കെ പാപഹേതുവാകുന്നെങ്കിൽ, ദുഷ്പ്രേരണയ്ക്ക് കാരണമായി തീരുന്നെങ്കിൽ അത് വെട്ടിയെരിയുക, ചൂടിനെടുത്ത് എറിഞ്ഞ് കളയുകയെന്ന്. ഇരു കൈകളും കാലുകളും കണ്ണുകളും ഉള്ളവനായിട്ട് നിത്യാഗ്നി എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനും മുടന്തനും ഒരു കണ്ണുള്ളവനുമായിട്ട് ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നല്ലത്. അതായത് വചനം മനസ്സിലാക്കുകയാണ്, പാപഹേതുവായ കൈകാൽ വെട്ടിയെരിയുക എന്ന് പറഞ്ഞാൽ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പ്രലോഭനങ്ങൾ, പാപകരമായ ശീലങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇവ ത്യജിക്കുന്നതാണ് ഇവയോടുകൂടെ ജീവിച്ച് നിത്യാഗ്നിയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് ഈശോവചനം പഠിപ്പിക്കുന്നു. അതിനാൽ നമ്മുടെ വാക്ക്, പ്രവൃത്തി, നോട്ടം, ബന്ധങ്ങൾ ഇവയെല്ലാം വിശദീകരിക്കണം. ഇവയൊന്നും തിന്മയ്ക്ക് കാരണമായി തീരരുത്. നിത്യാഗ്നിയെ പതിക്കുന്നതിനേക്കാൾ നല്ലത് ഇവ ത്യജിക്കുന്നതും ദൈവം ദാനമായി തന്ന ജീവിതവും അവയവും വിശുദ്ധിക്കായിട്ട്, നന്മയ്ക്കായിട്ട്, ദൈവത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് വചനം നമുക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ വചനം മനസ്സിലാക്കിത്തരുന്നു, ഈ ലോകശേഷവും മറ്റൊരു ജീവിതമുണ്ട്. നിത്യജീവിതവും നിത്യമരണവും സ്വർഗവും നരകവും സത്യമാണെന്നും ഈശോയുടെ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമ്മുടെ ജീവിതം മൂലം ആരുടെയും ജീവിതം തിന്മയുടെ മാർഗത്തിലേക്ക് ചിരിക്കാതിരിക്കുന്നതിനും ദൈവം തന്നിരിക്കുന്ന ജീവിതവും ശരീരവും അവയവങ്ങളെല്ലാം തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കാതെ നന്മയ്ക്കായിട്ടും വിശുദ്ധമായിട്ടും ഉപയോഗിക്കാനുള്ള കൃപയ്ക്കായിട്ടും ഈശോ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനപ്പെടാൻ ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും വചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.